പൊക്കോട്ടെ എന്റെ വഴിയെ. എനിക്ക് ദൈവം തരുന്നത് കൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്നുണ്ട്. ദൈവം തരുന്ന ഇന്ന് വരെ ഞാൻ മാക്സിമം ഞാൻ പാവം കൊടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അവരെ ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, ഇനിയും ചെയ്യാനല്ല കുറെ കാര്യം നമുക്ക് ചെയ്യണ്ടേ. ഞാൻ പൊക്കോട്ടെ എന്റെ വഴിയെ. അവര് എന്തിനാ വെറുതെ എത്രയോ പേരെ വിമർശിക്കാനുണ്ട്, എന്നെ എന്തിനാ വിമർശിക്കുന്നത്? ഈ അച്ചായനോട് ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ആരോപണം. ആയിരിക്കാം. ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് പറഞ്ഞ് ഇത് തെളിയിക്കാൻ പോലും ഒരാൾക്കും പറ്റും. കാരണം എഗ്രിമെന്റ് സഹിതം ഓരോ വീട് പണിയുടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ പേരിൽ തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോ തളർത്താൻ നോക്കില്ല. നമ്മൾ ആ കുറിച്ച് അധികം ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ടുകാരനായിട്ടോ എല്ലാം ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ടോണി അച്ചായൻ, നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ അവർക്ക് വേദന ഉണ്ടാകും. അതുകൊണ്ട് ഇതിന് സത്യാവസ്ഥ നിങ്ങൾ പുറത്തുവിടണം. നിങ്ങളുടെ 31ാമത്തെ വീട് അത് നിങ്ങൾ പണിതു കൊടുത്താണോ അതോ ലൈഫ് ഫൗണ്ടേഷൻ വഴി അവർ കിട്ടിയതാണോ? എന്തായാലും ഇതിന് സത്യാവസ്ഥ നിങ്ങൾ തന്നെ പുറത്തു പറയുക.